ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പട്ടികവർഗക്കാർ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ റെയിൽവേ സംവിധാനത്തിന്റെ വികസനം ഏറെ പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് HMPV വൈറസ് ബാധയ്ക്കെതിരെ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ മുൻകരുതൽ നടപടി ഉറപ്പാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 8 ജവാന്മാർക്ക് വീരമൃത്യു. സംഭവത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. പട്ടികവർഗക്കാർ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിലെ വനിതാ പ്രതിനിധികളുമായി രാഷ്ട്രപതി ഭവനിൽ സംവദിക്കുകയായിരുന്നു ശ്രീമതി മുർമു. സ്ത്രീ ശാക്തീകരണമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്നും സ്ത്രീകൾക്ക് ഭരണഘടന തുല്യാവകാശം നൽകിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. हमारे लोकतंत्र की ताकत इसकी समावेशिता और प्रत्येक व्यक्ति विशेषकर महिलाओं सशक्तिकरण के से निहित इस महत्व को पहचान कर हमारे संविधान निर्माताओं ने महिलाओं को बराबरी का अधिकार दिया. पंचायती राज संस्थाएं हमारे लोकतंत्र की आधारशिला रही है. ये संस्थाएं जमीनी स्तर पर शासन और सामुदायिक विकास के लिए एक मंच प्रदान करती. ഗ്രാമങ്ങളുടെ വികസനത്തിനും സ്വാശ്രയ ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുമാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 പരിപാടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ താഴെത്തട്ടിൽ ഉൾപ്പെടെ എത്തിക്കുന്നതിൽ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് HMPV വൈറസ് ബാധയ്ക്കെതിരെ നിരീക്ഷണം ശക്തമാക്കിയതായി ആരോഗ്യ മന്ത്രാലയം. കർണാടകയിൽ 3 മാസവും 8 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളിലാണ് പതിവ് പരിശോധനയ്ക്കിടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കുട്ടികൾക്ക് വിദേശ യാത്രാ പശ്ചാത്തലമില്ല. ചെറിയ കുട്ടികളിൽ പകർച്ചപ്പനിക്ക് കാരണമാകുന്ന വൈറസുകൾക്ക് സമാനമാണ് HMPV വൈറസ് എന്ന് ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു. രാജ്യത്ത് ശ്വാസകോശ സംബന്ധമായ രോഗബാധകളിൽ ഇതുവരെ അസാധാരണ വർധനവുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. Metapneumovirus is like any other respiratory virus which causes a common cold. We have analyzed the data of the respiratory outbreaks within the country. There is no substantial increase in December 2024 data. One thing I would like to convey to the public is to take the general precautions that we use against all respiratory infections. HMPV വൈറസ് ബാധയ്ക്കെതിരെ കേരളം ഇതിനകം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കണമെന്നും കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനമായ എയ്റോ ഇന്ത്യയുടെ 15ാമത് പതിപ്പ് ഫെബ്രുവരി 10 മുതൽ 14 വരെ ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടക്കും. ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. തദ്ദേശീയ പ്രതിരോധ നിർമ്മാണശേഷി, അത്യാധുനിക സാങ്കേതികവിദ്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭം തുടങ്ങിയവയ്ക്ക് മുൻതൂക്കം നൽകുന്നതായിരിക്കും ഇന്ത്യൻ പവലിയൻ. കഴിഞ്ഞ ദശകം ഇന്ത്യൻ റെയിൽവേയിൽ വലിയ പരിഷ്കരണത്തിന്റെ കാലഘട്ടമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ റെയിൽവേ സംവിധാനത്തിന്റെ വികസനം ഏറെ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ ജമ്മു റെയിൽവേ ഡിവിഷനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. भारत में रेलवे के विकास को हम 4 पैरामीटर्स पर आगे बढ़ा रहे हैं. पहले रेलवे का इंफ्रास्ट्रक्चर का मॉडर्नाइजेशन, दूसरा रेलवे के यात्रियों को आधुनिक सुविधा, तीसरा रेलवे की देश के कोने कोने में कनेक्टिविटी, चौथा रेलवे से रोजगार का निर्माण, उद्योगों को सपोर्ट.
ജമ്മു കാശ്മീർ, തെലങ്കാന, ഒഡീഷ എന്നിവിടങ്ങളിലെ റെയിൽ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സാമൂഹിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുമെന്നും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാസേനയുടെ വാഹനത്തിന് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 8 ജവാന്മാരും വാഹന ഡ്രൈവറും കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കേറ്റു. ഒരു ജവാനെ കാണാതായിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീട പോരാട്ടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 157 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂരാണ് മുന്നിൽ. തൃശൂർ 2ാമതും കോഴിക്കോട് 3ാമതുമാണ്. സ്കൂളുകളിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ BSS ഗുരുകുലം HSS ആണ് 1ാമത്. നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ PV അൻവർ MLAക്ക് ജാമ്യം. തവനൂർ സെൻട്രൽ ജയിലിൽ നിന്നും PV അൻവർ മോചിതനായി. പോലീസിന്റെ കസ്റ്റഡി ആവശ്യം നിരസിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം തുടരുന്നു. ഇൻഡോ ഗംഗ സമതല മേഖലയിൽ അടുത്ത 4 ദിവസം മൂടൽമഞ്ഞ് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ബീഹാർ, രാജസ്ഥാൻ, സിക്കിം തുടങ്ങിയ ഇടങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് നിരവധി ട്രെയിൻ, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. നിരപരാധികൾക്കെതിരെയുള്ള ഏത് ആക്രമണത്തെയും ഇന്ത്യ അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. സ്മൃതി മന്ദാന ടീമിനെ നയിക്കും. ദീപ്തി ശർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഹർമൻപ്രീത് കൌറും പേസർ രേണുക സിംഗ് താക്കൂറും ടീമിലില്ല. റിച്ച ഘോഷും ഉമാ ഛേത്രിയുമാണ് വിക്കറ്റ് കീപ്പർമാർ. ഗുജറാത്തിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ ഈ മാസം 10, 12, 15 തീയതികളിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി പോരാട്ടം. കൊൽക്കത്തയിലാണ് മത്സരം. ISRO സ്പെയ്ഡക് ദൌത്യത്തിലെ ഡോക്കിംഗ് പ്രക്രിയ ഈ മാസം 9 മാറ്റിവെച്ചു. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ കൂടുതൽ വിലയിരുത്തൽ ആവശ്യമായതിനാലാണ് മാറ്റിവെച്ചത്. അനധികൃത കുടിയേറ്റം കണ്ടെത്താൻ ഡൽഹി പോലീസ് നടത്തിയ പരിശോധനയിൽ 9 ബംഗ്ലാദേശ് പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരെ രാജ്യത്തേക്ക് തിരിച്ചയച്ചു. രാജ്യതലസ്ഥാനത്ത് അനധികൃതമായി തങ്ങുന്ന വിദേശ പൌരന്മാർക്കെതിരെ നടപടി ശക്തമാക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. ഭോപ്പാൽ ദുരന്തത്തിനിടയാക്കിയ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലെ വിഷമാലിന്യം മധ്യപ്രദേശിലെ പിതാംപൂർ ജില്ലയിൽ സംസ്കരിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു. ജനങ്ങളോട് ആലോചിക്കാതെയാണ് സർക്കാർ തീരുമാനമെന്ന് ഇൻഡോറിലെ MGM അലുമിനി അസോസിയേഷൻ നൽകിയ ഹർജിയിൽ പറയുന്നു. അതേസമയം സർക്കാർ കോടതിയോട് 6 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അടുത്ത ഹിയറിംഗ് ഫെബ്രുവരി 18 മാറ്റി. വിഷയത്തിൽ ജനങ്ങൾ ദേശീയ ഹരിത ട്രൈബ്യൂണലിനെയും സമീപിച്ചിട്ടുണ്ട്. റോഡുകൾ സുരക്ഷിതമാക്കാൻ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സഡക് സുരക്ഷാ അഭിയാന്റെ ഭാഗമായി മുംബൈയിൽ സംഘടിപ്പിച്ച സുരക്ഷാ റീലോഡഡ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങൾ സ്വയം പരിപാലിക്കുന്നതിലൂടെ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാനും കുട്ടികൾക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക വിദഗ്ധരുമായും ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായും ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നടത്തുന്ന 8ാമത്തെ ചർച്ചയാണിത്. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയും ധനമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതും പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും US സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടികവർഗ്ഗക്കാർ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ റെയിൽവേ സംവിധാനത്തിന്റെ വികസനം ഏറെ പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് HMPV വൈറസ് ബാധയ്ക്കെതിരെ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ മുൻകരുതൽ നടപടി ഉറപ്പാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 8 ജവാന്മാർക്ക് വീരമൃത്യു. സംഭവത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ.
അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.